ഒരു വെളിച്ചത്തിന് ഇരിക്കാനുള്ള ടെമ്പിളായിട്ട് നമ്മൾ കാണുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ വെളിച്ചത്തിന് ഇരിക്കാനുള്ളൊരു ടെമ്പിളായിട്ട് നമ്മൾ ബോഡിയെ നമ്മൾ പരിഗണിക്കുന്നു. എന്താണ് നമ്മൾ ഹോൾനെസ്, എല്ലാം നമുക്ക് എന്താ നമ്മൾ എല്ലാം ഒന്നാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാവണം. ആ ഒരു കോൺസെപ്റ്റോട് നമ്മൾ എത്തുകയാണ്. ഈ ഒരു സ്റ്റേജിന് മറ്റു പ്രത്യേകത എന്താണ്? സെല്ലിംഗ് എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് ആണ്. സെല്ലിംഗ് ഓട്ടോമേറ്റഡ് ആകുന്നു, അതോടൊപ്പം തന്നെ സെൽഫ്ലെസ് ആകുന്നു, അതോടൊപ്പം തന്നെ റൈറ്റ് ആക്ഷൻ അല്ലെങ്കിൽ ധർമ്മ എന്ന് പറയും. അപ്പം ഞാനിപ്പോൾ നമ്മൾ മതഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും. ഇതാ പറയുന്ന നമ്മുടെ 3 സ്റ്റേജിൻ്റെ മെർജിങ് ആണ്, അല്ലേ? അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തെ കാണുമെന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് ഓൾ അബൌട്ട് എ മെർജിങ് സ്റ്റേജ്. വിൽപ്പന അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് പ്രക്രിയ എന്ന് പറയുന്നത് വെറും പ്രോഫിറ്റിന് അപ്പുറത്തോട്ട് പ്രോഫിറ്റും പർപ്പസും കൂടെ ചേർന്നൊരു പ്രക്രിയയാണ്. നമുക്ക് എന്താ വിൽപ്പന എന്ന് പറയുന്നത് നമ്മളെന്താ ലാഭമല്ല, നമുക്ക് വസ്തുവകൾ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ലാഭമല്ല, അതിൻ്റെ പിന്നെ ഒരു പർപ്പസ് ഉണ്ട്. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ നിന്ന് എനിക്ക് സന്തോഷം കിട്ടുകയും അതോടൊപ്പം തന്നെ എൻ്റെ കാഴ്ചക്കാർക്ക് അതിൻ്റെ ഇരട്ടി സന്തോഷം കിട്ടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉണ്ടാകും. അപ്പം സോൾഫുൾ സെല്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഈ സ്റ്റേജിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവിടെ വ്യത്യസ്തത അല്ലെങ്കിൽ ഡിഫറൻസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ആ പറയുന്നത് എന്താണ്? നമ്മൾ ഡൈവേഴ്സിറ്റി നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്.